എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. കെമിക്കൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പലവിധ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് തന്നെ അത് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ കെമിക്കൽ ഡൈകൾ ഒഴിവാക്കിയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വെളുത്ത മുടികളെല്ലാം കറുപ്പിച്ചെടുക്കാം. ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ആദ്യം തന്നെ ഞാനിപ്പോൾ 5 പേരയിലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. മുടി വളരുവാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും അതേപോലെ തന്നെ അകാല നര തടയുവാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പേരയില. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ അകാല നര തടയുവാനായിട്ടും സാധിക്കും. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് നമ്മളെടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം. അങ്ങനെ നമ്മുടെ പേരയിലയിലെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. അപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം നമുക്ക് ഒരു ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ആണ്. ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയിൽ ധാരാളം കെമിക്കൽ അടിച്ചിട്ടുണ്ടാകും. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളരുവാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പേരയില വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ബ്രാൻഡിന്റെ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അതായത് ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത നെല്ലിക്കാപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. എന്നിട്ട് പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക ചേർത്തിട്ട് ഇത് അരച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നമ്മളിത് കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഇരുമ്പിന്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ചെയ്യുമ്പോൾ നമ്മുടെ മുടി കറുക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഓവർനൈറ്റ് നേരമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ ഒരു കളറ് നമ്മുടെ നഖത്തിന്റെ സൈഡിലെല്ലാം ആയി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ ഷാമ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് മുടി കഴുകാവുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.